കെ ഫിറോസിനെതിരെ ആരോപണം കടുപ്പിച്ച് കെ.ടി. ജലീൽ എം.എൽ.എ. പി.കെ. ഫിറോസ് തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഇടപെട്ടെന്നും ജലീൽ പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫിനെ ഇതിനായി സ്വാധീനിച്ചെന്നും കെ.ടി. ജലീൽ ആരോപിക്കുന്നു. വാർത്താസമ്മേളനത്തിനിടെ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കെ.ടി. ജലീൽ വികാരഭരിതനായി. മന്ത്രിയായ സമയത്ത് ബന്ധു നിയമനത്തിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കെ.ടി. ജലീൽ പറഞ്ഞു. ഈ ഖുർആൻ പിടിച്ചിട്ട് തന്നെ ഞാൻ പറയും, എന്റെ എം.എൽ.എയുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും എനിക്ക് 5 പൈസ വരുമാനമായി കിട്ടുന്നില്ല. ഈ ഖുർആൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ. ഇതില് ഗോൾഡ് സ്വർണം കടത്തി എന്നാണല്ലോ പറഞ്ഞത്. ഖുർആന്റെ മറവിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഈ ഖുർആൻ പിടിച്ച് അവര് സത്യം ചെയ്യട്ടെ. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് മുബഷിർ പി അക്ബർ. കെ.ടി. ജലീൽ പി.കെ. ഫിറോസിനെതിരെ കടുപ്പിക്കുകയാണ്. അതോടൊപ്പം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ കാലം ഇത്ര കഴിഞ്ഞിട്ടും അതിൽ മായാത്ത മുറിവുകളുണ്ട്. അതുകൂടിയല്ലേ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികാരഭരിതനായ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. തീർച്ചയായും തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായുള്ള പി.കെ. ഫിറോസിനെതിരെ കെ.ടി. ജലീൽ ഉന്നയിക്കുകയാണ്. നമുക്കറിയാം, ജലീൽ ഇക്കഴിഞ്ഞ LDF മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അവസാന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ബന്ധു നിയമനം പോലെയുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തി അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തന്നെ തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി രംഗത്തുണ്ടായിരുന്നത് യൂത്ത് ലീഗ് നേതാവായിരുന്ന പി.കെ. ഫിറോസ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കളായിരുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. ഇപ്പോൾ ഇടത് സ്വതന്ത്ര MLA ആയി പ്രവർത്തിക്കുന്ന കെ.ടി. ജലീൽ നിയമസഭ, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തൊരു പശ്ചാത്തലത്തിലാണ് പി.കെ. ഫിറോസിനെതിരെ തുടർച്ചയായിട്ട് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പി.കെ. ഫിറോസിന്റെ പലതരത്തിലുള്ള ബിസിനസ് ഇടപാടുകളിൽ വ്യാപകമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടെന്നൊരു ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ പി.കെ. ഫിറോസിന്റെ നേതൃത്വത്തിൽ 2024 മുതൽ അദ്ദേഹം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും അദ്ദേഹത്തിന് മാസവരുമാനമായി ഏകദേശം 5.25 ലക്ഷത്തോളം രൂപ ലഭിക്കുന്നുണ്ടെന്നൊരു ആരോപണമാണ് കെ.ടി. ജലീൽ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പലതരത്തിലുള്ള പദ്ധതികളുടെ പേരിൽ വ്യാപകമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ഇതിന്റെയൊക്കെ തന്നെ മറവിൽ പി.കെ. ഫിറോസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ.ടി. ജലീൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു പദവി രാജിവെക്കണം എന്നുള്ളതാണ് കെ.ടി. ജലീൽ ആവശ്യപ്പെടുന്നത്. സുജയ. മുബഷിർ പി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.